വിശ്വാസികളെ, പരിശുദ്ധനായ ലൂക്കോസ് എവങ്കലിസ്ത എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 27 ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഹൃദയത്തിലുള്ള 3 മഹത്തായ സത്യങ്ങളെ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. 1. ക്രിസ്തുവിനെ ശരിയായി അറിയുക. 2. ക്രൂശ് വഹിക്കുക. 3. ആത്മാവിനെ രക്ഷിക്കുക. ഈ വേദഭാഗത്തിൽ നിന്ന് 5 ആശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? വിശ്വാസത്തിൻ്റെ സമ്മതമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അവർ പല ഉത്തരങ്ങളും പറയുന്നുണ്ട്. പിന്നീട് യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ, അതായത് ശിഷ്യന്മാർ, എന്നെ ആര് എന്ന് പറയുന്നുവെന്ന്. പത്രോസ് അതിന് മറുപടി പറയുന്നു, ദൈവത്തിൻ്റെ ക്രിസ്തുവെന്ന. അലക്സാണ്ട്രിയയിലെ പരിശുദ്ധനായ സിറിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്, ക്രിസ്തുവിനെ ശരിയായി സമ്മതിക്കുന്നതിൽ തന്നെയാണ് രക്ഷയുടെ തുടക്കമെന്ന്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം യേശു ആരാണ് എന്ന് നാം വ്യക്തപരമായി തിരിച്ചറിയുക എന്നുള്ളതാണ്. 2-ാമത്തെ ചിന്ത എന്നുള്ളത് ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടിൻ്റെ പ്രവചനം. യേശു പറയുന്നു, അവൻ നിരസിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന്. ശിഷ്യന്മാർ ഇത് എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് വേദഭാഗത്തിൽ കാണുന്നുണ്ട്. അലക്സാണ്ട്രിയയിലെ പരിശുദ്ധനായ അത്താനാസിയോസ് ഇതുമായി ബന്ധപ്പെടുത്തി പറയുന്നത്, ക്രൂശ് ദുർബലതയുടെ അടയാളമല്ല, അത് രക്ഷയുടെ വാതിലാണ് എന്നാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാട് നമ്മുടെ രക്ഷയുടെ മാർഗമായി തീരുവാൻ നമുക്ക് സാധ്യമായി തീരണം. 3-ാമത്തെ ചിന്ത എന്നുള്ളത് ക്രൂശ് വഹിക്കൽ യഥാർത്ഥ ശിഷ്യത്വം ആയി. യേശു പറയുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ആഗ്രഹിക്കുവാൻ തൻ്റെ സ്വയം നിഷേധിച്ച് ദിവസേന തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കപ്പെട്ടെ എന്ന്. വലിയമാർ ബസേലിയോസ് ഇതിനെക്കുറിച്ച് പറയുന്നത്, സ്വയം നിഷേധിക്കുന്നത് സ്വാർത്ഥതയെ ത്യജിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം സ്വീകരിക്കുന്നതാണ് എന്നാണ്. ക്രിസ്തീയ ജീവിതം എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അത് ത്യാഗവും അനുസരണവും വിധേയത്വവും സ്നേഹവും കാരുണ്യവും സഹാനുഭൂതിയും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. 4-ാമത്തെ ചിന്ത എന്നുള്ളത് ആത്മാവിൻ്റെ വിലയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനമെന്ന. ഇതിന് നിസ്സായിലെ ഗ്രിഗോറിയോസ് പറയുന്ന മറുപടി, ആത്മാവ് ദൈവത്തിൻ്റെ പ്രതിബിംബമാണ്. അത് നഷ്ടപ്പെടുന്നത് ഏറ്റവും വലിയ നഷ്ടമായിട്ടാണ്. ലോകീയ വിജയങ്ങൾക്കപ്പുറം ആത്മീയ വിജയമാണ്, ആത്മീയ ജീവിതമാണ്, ആത്മീയ സാക്ഷ്യമാണ് പ്രാധാന്യം എന്നുള്ളത് നാം തിരിച്ചറിയണം. 5-ാമത്തെ ചിന്ത എന്നുള്ളത് ക്രിസ്തുവിനെ നിഷേധിക്കുന്നതിൻ്റെ അപകടം എന്നുള്ളതാണ്. യേശുദമ്പുരാൻ പറയുന്നു, എന്നെയും എൻ്റെ വചനങ്ങളെയും നിഷേധിക്കുന്നവനെ മനുഷ്യപുത്രനും നിഷേധിക്കുന്നുവെന്ന്. അന്ത്യോക്യയിലെ പരിശുദ്ധനായ ഇഗ്നാത്യോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിനെ സമ്മതിക്കുന്നത് ജീവിതത്തിൽ അവനെ അനുസരിക്കുന്നതിലാണ് എന്ന്. വിശ്വാസം വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിലും പ്രകടമായി തീരണം. 4 ഉൾക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. 1. ക്രിസ്തുവിനെ വ്യക്തിപരമായി തിരിച്ചറിയുക. 2. ക്രൂശ് വഹിക്കൽ ശിഷ്യത്തിൻ്റെ അടയാളമാണ്. 3. ആത്മാവ് ലോകത്തേക്കാൾ വിലപ്പെട്ടതാണ്. 4. വിശ്വാസം ജീവിതത്തിൽ പ്രകടമാക്കണം. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവനെ, യേശു ക്രിസ്തു നമ്മോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നുവെന്ന്. നമ്മുടെ ജീവിതത്തിൽ ആ ഉത്തരത്തിന് സാക്ഷികളാകട്ടെ. ക്രൂശ് വഹിച്ച് അവനെ അനുഗമിക്കാം. അപ്പോൾ നമുക്ക് യഥാർത്ഥ ജീവിതം ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.